താവം താഴത്തെടുത്ത് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടിക്ക് തുടക്കമായി. താഴത്തെടുത്ത് കരുണാകരൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. താവം താഴത്തെടുത്ത് ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം താഴത്തെടുത്ത് കരുണാകരൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കർക്കിടകം 30-ാം തീയതി വരെ എല്ലാ ദിവസവും രാമായണ പാരായണം ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ ആഗസ്റ്റ് 11-ാം തീയതി അഖണ്ഡ രാമായണ പാരായണം രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്നതാണ്. അതിന് എല്ലാവരും പങ്കെടുക്കണമെന്നും നിത്യേന വന്ന് പാരായണം ചെയ്യണമെന്നും ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കും. പ്രദേശത്തെ 20ഓളം സ്ത്രീകൾക്ക് രാമായണ പാരായണത്തിന് പരിശീലനം നൽകിയിരുന്നു. MV ചന്തുവിന്റെ നേതൃത്വത്തിലായിരുന്നു രാമായണ പാരായണം പരിശീലനം നൽകിയത്. അത് വളരെ സന്തോഷത്തോടുകൂടി ഭക്തിയാദരപൂർവ്വം അവർ ഒരു രാമായണ പാരായണം ഒരു പരിശീലനം വേണമെന്നാഗ്രഹിച്ചത് പറയുകയും എന്നാലാവുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം എന്ന് ഞാൻ അന്ന് വാക്കുകൊടുത്തതാണ്. കഴിഞ്ഞ വർഷം ഈ ഇടവ മാസമാണ് അതിനെനിക്ക് അവസരം കിട്ടിയത്. നല്ല പ്രായം ഉള്ളവരും ഭക്തരുമായ ഒരു 10-11ഓളം അമ്മമാരെയാണ് ഈ രാമായണ പാരായണ പരിശീലന ക്ലാസ്സിൽ ഇവിടെ എനിക്ക് കിട്ടിയത്. ഈ ദേവഭൂമിയിൽ ദേവി ചൈതന്യം കുറുന്ന ഈ തിരുമുറ്റത്ത് ഒരു അധ്യയന പരിപാടി, ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ നടത്താൻ കൈവന്നത് തന്നെ ഒരു പുണ്യം ആവാം. പരിശീലനം പൂർത്തിയാക്കിയവർ മാടായിക്കാവ്, വടേശ്വരം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടത്തി. പാദപങ്കജം തൊഴും രാമായണത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പാരായണം നടത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. അങ്ങനെ അർത്ഥം അറിഞ്ഞ് വായിച്ചത് ഇപ്പം മാഷ് പഠിപ്പിക്കുമ്പോൾ എന്നാന്നുള്ള ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം വായിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയതും മാഷെടുത്തുനിന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. ഇവിടെ 2 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ പഠിക്കൊണ്ട് നിൽക്കും, ചൊല്ലി പാരായണം ചെയ്തുകൊണ്ട് നിൽക്കും. മാടായിക്കാവിൽ വിചാരിക്കാണ്ട് നമ്മൾ മാടായിക്കാവിൽ അതെ ഒന്നാന്ന് മാടായിക്കാവിലും ഒരു അച്ഛൻ്റെ സ്നേഹത്തോടെ പറഞ്ഞു തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി അഖണ്ഡ പാരായണവും നടക്കും. ടി കുഞ്ഞിക്കണ്ണൻ, ലക്ഷ്മണൻ കോമരം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.